നമസ്കാരം. ഗൾഫ് വാർത്ത ന്യൂസ് ടുഡേ ആരംഭിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാൻ സോണിയ ഷിനോയ്. ഇന്ന് പ്രധാനപ്പെട്ട ഗൾഫ് മേഖലയിലുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ചില വിവരങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. പ്രധാനമായും സൗദിയിൽ നാളെ മുതൽ ആരാധനാലയങ്ങൾ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അറിയിക്കാനുള്ളത്. മറ്റൊന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുബായ്ക്ക് പിന്നാലെ UAE-യിൽ അജ്മാൻ എമിറേറ്റിൽ കൂടി നിയന്ത്രണങ്ങളിൽ വലിയ തോതിൽ വ്യാപകമായ ഇളവുകൾ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി നാം എല്ലാം അറിയുന്നതുപോലെ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായ മൂന്നാം ഘട്ട വിമാന സർവീസുകളുടെ ഭാഗമായി 9 വിമാനങ്ങൾ ഇന്ന് രാജ്യത്ത് എത്തുകയാണ്. 5 എണ്ണം UAE-യിൽ നിന്നാണെങ്കിൽ മറ്റ് 4 വിമാനങ്ങൾ കുവൈറ്റ്, ദോഹ, ബഹ്റൈൻ, മസ്കത്ത് എന്നിവിടങ്ങളിൽ നിന്നാണെന്നും നമ്മൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് സൗദിയിലെ നാളത്തെ ആരാധനാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമുക്കറിയുന്നതുപോലെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് ശേഷമാണ്, നീണ്ട കാലത്തിന് ശേഷമാണ് ആരാധനാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് സൗദി മതകാര്യ മന്ത്രാലയം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള അറ്റകുറ്റപ്പണികളും മറ്റ് മുൻകരുതൽ നടപടികളും ഒക്കെ പള്ളി അധികാരികൾ സ്വീകരിച്ചു വരുന്നുവെന്ന വാർത്തയാണ് സൗദിയിൽ നിന്നും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കാര്യക്ഷമമായ ശുചീകരണ പ്രവർത്തനങ്ങളും അണുനശീകരണ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. ഏതാണ്ട് 98,800 പള്ളികളാണ് നാളെ രാജ്യമെമ്പാടുമുള്ള 98,800 പള്ളികളാണ് തുറന്ന പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് മക്ക, മദീന പ്രദേശങ്ങളിലുള്ള പ്രധാനപ്പെട്ട നമ്മുടെ വിശുദ്ധ നഗരങ്ങളിലുള്ള പള്ളികളെക്കുറിച്ചുള്ള അറിയിപ്പ് മതകാര്യ മന്ത്രാലയം നൽകിയത്. ഇതിനോടൊപ്പം മറ്റ് പള്ളികൾ കൂടി തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിനോട് അനുബന്ധിച്ച് കാര്യക്ഷമമായ ബോധവൽക്കരണ പരിപാടികൾ കൂടി രാജ്യത്തുടനീളം നടന്നു വരികയാണ്. വലിയ തോതിലുള്ള ബോധവൽക്കരണ പരിപാടികളാണ് മാധ്യമങ്ങളിൽ കൂടി അടക്കം നടത്തിവരുന്നത്. നമുക്കറിയുന്നതുപോലെ രോഗവ്യാപന കാലമാണ്. പണ്ടൊക്കെ പോയിരുന്ന അത്ര എളുപ്പത്തിൽ ഇപ്പോൾ പൊതു ഇടങ്ങളിൽ ഇടപെടാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം പള്ളികളിലടക്കം കടക്കേണ്ടത് എന്ന കാര്യമാണ് മതകാര്യ മന്ത്രാലയം ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും മതകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് പ്രവേശിക്കുന്നതിനു മുൻപും ശേഷവും സാനിറ്റൈസർ ഉപയോഗിക്കണമെന്ന് തന്നെയാണ്. അതിനു മുൻപ് വീടുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അംഗശുദ്ധി വരുത്തിയിരിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന. സാധാരണ പള്ളികളിൽ ചെന്നിട്ട് അംഗശുദ്ധി വരുത്തി പള്ളികളിലേക്ക് പ്രവേശിക്കുന്ന രീതിയാണ് നമ്മൾ ഇതുവരെ പിന്തുടർന്നത് എങ്കിൽ ഇനി മുതൽ വീടുകളിൽ നിന്ന് തന്നെ അംഗശുദ്ധി വരുത്തിയതിനു ശേഷം പള്ളികളിൽ എത്തുക. പള്ളികളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപും പള്ളികളിൽ നിന്ന് ഇറങ്ങുമ്പോഴും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആരൊക്കെ വരണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിയിപ്പ് കൂടി മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അത് നമുക്കറിയുന്നതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള രോഗപശ്ചാത്തലമുള്ള ആരും തന്നെ ഈ അവസരത്തിൽ പള്ളികളിലേക്ക് വരരുത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഹൃദ്രോഗം, കരൾ രോഗം, വൃക്ക രോഗം തുടങ്ങിയ രോഗങ്ങളുള്ള ആളുകൾ, രോഗപശ്ചാത്തലമുള്ള ആളുകൾ വരരുത്. വയോജനങ്ങൾ, 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ പള്ളികളിലേക്ക് നിസ്കാരത്തിനായി എത്തരുത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എത്തരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടിയാണ് നൽകിയിരിക്കുന്നത്. കൃത്യമായി രോഗവ്യാപനത്തിന് സാധ്യതയുള്ള ആരും തന്നെ ഇത്തരത്തിൽ പള്ളികളിലേക്ക് എത്തരുത് എന്ന നിർദ്ദേശത്തിന് അനുസൃതമായിട്ടായിരിക്കണം നമ്മളെല്ലാവരും ആരാധനാലയങ്ങളിലേക്ക് ചെല്ലേണ്ടത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, നിസ്കാരത്തിനുള്ള വിരിപ്പ് സ്വന്തമായി കൊണ്ടുവരണമെന്നൊരു അറിയിപ്പ് ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഈ വിരിപ്പ് ഒരു കാരണവശാലും പള്ളികളിലോ പള്ളികളുടെ പരിസരങ്ങളിലോ ഉപേക്ഷിച്ചു പോകരുത് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സാമൂഹിക അകലം പാലിക്കുന്നതിനെ സംബന്ധിച്ചും കൃത്യമായ നിർദ്ദേശങ്ങൾ പള്ളികളിൽ സ്ഥാപിച്ചിട്ടുണ്ടാകും. അതനുസരിച്ച് വേണം അവിടങ്ങളിൽ നിൽക്കാനെന്നുകൂടി പറഞ്ഞിട്ടുണ്ട്.
മാത്രമല്ല മാസ്കുകൾ ധരിക്കുന്ന കാര്യത്തിൽ യാതൊരു കാരണവശാലും വീഴ്ചകൾ വരുത്തരുത് എന്നുകൂടിയാണ് മതകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങളിൽ പ്രധാനമായും പറയുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം നാളെ മുതൽ പള്ളികളിലേക്ക് നമസ്കാരത്തിന് വേണ്ടി ചെല്ലേണ്ടത് എന്നാണ് മതകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നത്. നമുക്കറിയുന്നതുപോലെ 2 മാസത്തെ നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിശ്വാസികൾ നാളെ ആരാധനാലയങ്ങളിലേക്ക് ചെല്ലാൻ പോകുന്നത്. പക്ഷേ ഒരു കാരണവശാലും എന്ത് പശ്ചാത്തലത്തിലാണ് പള്ളികളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചത് എന്ന കാര്യം മറക്കരുത് എന്ന് തന്നെയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. രോഗവ്യാപനത്തിനുള്ള സാഹചര്യം ഇപ്പോഴും ഒഴിവായിട്ടില്ല എന്ന കാര്യം വീണ്ടും മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധികൃതർ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാതിരുന്ന രീതിയിൽ റമദാൻ കാലത്ത് പള്ളിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഈ ഒരു രോഗവ്യാപന പശ്ചാത്തലത്തിൽ വിശ്വാസികൾ, ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ നേരിട്ടത്. അതിന് ഇപ്പോൾ ഒരു ചെറിയ ഇളവ് നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ജാഗ്രതയിൽ എന്തെങ്കിലും തരത്തിൽ കുറവുകൾ വരുത്താനല്ല, പകരം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ സമൂഹത്തിലും വിശ്വാസികൾക്കിടയിലും പെരുമാറുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായ ജാഗ്രതയോടെ മാത്രം ഇടപെടുക എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, സൗദിയിൽ നിന്ന് തന്നെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. സൗദിയിൽ പരക്കെ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസിയുടെ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ഇന്ത്യൻ എംബസിയും സൗദി മന്ത്രാലയവും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി റിയാദ്, ദമാം, അൽഖവാർ, ജബൈൽ, ബുറൈദ, ഹൈൽ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഇന്ത്യൻ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളാണ് തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിലായിരിക്കും നാളെ മുതൽ ഇന്ത്യൻ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട അത്യാവശ്യ സേവനങ്ങൾ നടത്താൻ കഴിയുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചില സേവന കേന്ദ്രങ്ങൾ ജൂൺ 3 മുതലും മറ്റു ചില സേവന കേന്ദ്രങ്ങൾ ജൂൺ 7 മുതൽക്കുമായിരിക്കും പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. വിവിധ സേവന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അതാത് കേന്ദ്രങ്ങളിലെ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് UAE പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളിലുണ്ടായിരിക്കുന്ന ഇളവുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ. നമുക്കറിയുന്നതുപോലെ ദുബായ് വളരെ കാലത്തിന് ശേഷം 2 മാസത്തെ കർശനമായ നിയന്ത്രണങ്ങൾക്കും നിബന്ധനകൾക്കും ശേഷം ഒരു പുതിയൊരു സാധാരണത്വത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരുപാട് വിനോദ കേന്ദ്രങ്ങളടക്കമുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിക്കൊണ്ടാണ് ദുബായ് ഇപ്പോൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ധാരാളം കമ്പനികളിലേക്ക് തൊഴിലാളികൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് എമിറേറ്റുകൾ കൂടി ഘട്ടം ഘട്ടമായി തങ്ങൾ വരുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു വരുന്ന കാഴ്ച കൂടി ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അജ്മാനാണ് ഇത്തരത്തിൽ പ്രകടമായ ചില ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മുതൽ മെയ് 31 നാളെ മുതൽ 30% തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചെത്താമെന്നാണ് അജ്മാൻ എമിറേറ്റ് അറിയിച്ചിരിക്കുന്നത്. ദുബായിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതനുസരിച്ച് 50% തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള അനുമതി നൽകിയിരുന്നു. ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അജ്മാനാണ്. നാളെ മുതൽ തൊഴിലിടങ്ങളിലേക്ക് 30% തൊഴിലാളികൾക്ക് തിരിച്ചെത്താൻ കഴിയുമെന്നാണ് അജ്മാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ കൃത്യമായ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം തൊഴിലാളികൾ തിരിച്ചെത്തേണ്ടത് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. വുമൻ, ഗർഭിണികളായ സ്ത്രീകൾ ഒരു കാരണവശാലും തൊഴിലിടങ്ങളിലേക്ക് എത്തരുത്. ഭിന്നശേഷിക്കാർക്ക് വരാൻ അനുമതിയില്ല. ഒപ്പം രോഗപശ്ചാത്തലമുള്ളവരോ പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളോ തൊഴിലിടങ്ങളിലേക്ക് വരേണ്ടതില്ല. 60 മുകളിൽ പ്രായമുള്ളവർക്ക് തൊഴിലിടങ്ങളിലേക്ക് എത്താൻ അനുമതിയില്ല. 9ാം ക്ലാസ്സിലും അതിന് താഴെയും ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിലിടങ്ങളിലേക്ക് വരേണ്ടതില്ല. പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികളുടെ അമ്മമാർ ഇവരൊന്നും തൊഴിലിടങ്ങളിലേക്ക് വരേണ്ടതില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവർക്കെല്ലാം തുടർന്നും വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് വർക്ക് ഫ്രം ഹോമോ അതല്ലെങ്കിൽ താൽക്കാലികമായി തൊഴിൽ വിടുതലോ നൽകാമെന്ന തീരുമാനത്തിലാണ് ഇപ്പോഴുള്ളത്. മറ്റൊന്ന്, സംശയകരമായ ശാരീരികാസ്വാസ്ഥ്യമുള്ള ആളുകളോടൊപ്പം ഷെയറിംഗ് അക്കോമഡേഷനിൽ കഴിയുന്ന ആളുകളാണ്. അതായത് നിങ്ങൾ താമസിക്കുന്ന ഒരുപക്ഷെ ലേബർ അക്കോമഡേഷനിൽ താമസിക്കുന്ന ആളുകളായിരിക്കാം. ഏതെങ്കിലും തരത്തിൽ സംശയകരമായി രോഗബാധയുണ്ടെന്ന് സംശയിക്കുന്ന ആളുകൾക്കൊപ്പം കഴിയുന്ന
തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള അനുമതി ഇല്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ മുൻകരുതൽ നടപടികൾ പാലിച്ചു വേണം തൊഴിലിടങ്ങളിൽ ഇടപെടേണ്ടത് എന്നുകൂടിയാണ് ഈ നിബന്ധനകൾ സൂചിപ്പിക്കുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് എന്ന നിലയിൽ 2 മീറ്റർ അകലം പാലിക്കുന്ന കാര്യത്തിൽ യാതൊരു കാരണവശാലും വീഴ്ച വരുത്തരുതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൊഴിലിടങ്ങളിലേക്ക് സെപ്പറേറ്റ് എൻട്രിയും സെപ്പറേറ്റ് എക്സിറ്റും വയ്ക്കണമെന്ന നിർദ്ദേശം കൂടി അജ്മാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം തൊഴിലിടങ്ങളിലേക്ക് തൊഴിലാളികൾ തിരിച്ചെത്താനെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ അജ്മാൻ അധികൃതർ നൽകിയിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്നത് ജാഗ്രത പാലിക്കേണ്ടതില്ല എന്ന അടയാളമായി എടുക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കൃത്യമായി ജാഗ്രതയോടെ മാത്രം ഇത്തരം പൊതുയിടങ്ങളിൽ ഇടപെടാനുള്ള മുൻകരുതൽ ധാരണ നാം ഓരോരുത്തരും കാണിക്കേണ്ട സാഹചര്യം തന്നെയാണ്. ഓരോ ദിവസവും രോഗികളുടെ എണ്ണത്തിൽ പുതിയതായ രോഗികളെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജാഗ്രത അവസാനിപ്പിക്കരുതെന്നു കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇതുകൂടാതെ അജ്മാനിൽ സിനിമാശാലകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ, ഹെൽത്ത് സെന്ററുകൾ, ജിംനേഷ്യംസ്, സലൂണുകൾ ഇതെല്ലാം തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ അധികൃതർ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളും കൃത്യമായ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്നുകൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. ഉപാധികളോടെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്ന നിബന്ധനകൾ ഇതൊക്കെയാണ്. ഈ സ്ഥാപനങ്ങളുടെ പാർക്കിംഗ് സൗകര്യം 50% മാത്രം തുറന്നു നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ കസ്റ്റമേഴ്സിന് 50% കസ്റ്റമേഴ്സിനായിരിക്കും എൻട്രൻസ് കൊടുക്കുക. മറ്റൊന്ന്, ഇവിടെ ജോലി ചെയ്യുന്ന 50% ആളുകൾക്കായിരിക്കും തൊഴിലിടങ്ങളിലേക്ക് നേരിട്ടെത്തി തൊഴിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഗ്യാതറിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. ഒരു കാരണവശാലും ആളുകൾ കൂട്ടം കൂടാനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്ന് അറിയിച്ചിട്ടുണ്ട്. സേഫ് ഡിസ്റ്റൻസ് എന്ന അർത്ഥത്തിൽ 2 മീറ്റർ അകലം പാലിച്ചു വേണം ഇത്തരം ഇടങ്ങളിൽ ആളുകൾ ഇടപെടാൻ. അതുകൂടാതെ 12 വയസ്സിന് താഴെയും 60 വയസ്സിന് മുകളിലും പ്രായമുള്ള ആളുകൾക്ക് ഷോപ്പിംഗ് മാളുകളിലേക്ക് എൻട്രൻസ് അനുവദിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഷോപ്പിംഗ് മാളുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെന്ററുകളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ 12 വയസ്സിൽ താഴെയുള്ളതും 60 വയസ്സിന് മുകളിലുള്ളതുമായ ആളുകൾക്ക് ഷോപ്പിംഗ് മാളുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെന്ററുകളിൽ പോകേണ്ടതുണ്ടെങ്കിൽ മുൻകൂർ അനുമതി നേടിയിട്ടുണ്ടെങ്കിൽ പോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അജ്മാൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഹെൽത്ത് സെന്ററുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു ഇളവ് 12 വയസ്സിന് താഴെയും 60 വയസ്സിന് മുകളിലും പ്രായമുള്ള ആളുകൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അക്കാര്യം കൃത്യമായി ശ്രദ്ധയിൽ വരുത്തുക. ഷോപ്പിംഗ് മാളുകൾക്കുള്ളിലേക്ക് 12 വയസ്സിന് താഴെയോ 60 വയസ്സിന് മുകളിലോ പ്രായമുള്ള ആളുകൾക്ക് ഇപ്പോഴും എൻട്രൻസ് അനുവദിക്കുന്നില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. അത് മറക്കരുത്, മനസ്സിൽ വയ്ക്കുക. ഇത്തരത്തിൽ കർശനമായ നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം കർശനമായ പിഴ ശിക്ഷ നേരിടേണ്ടി വരും എന്നുകൂടി ഓർത്തുവയ്ക്കുക. തീർച്ചയായിട്ടും നിബന്ധനകൾ പാലിക്കാൻ ഓരോ ആളുകളും ബാധ്യസ്ഥരാണ് എന്നുകൂടിയാണ് ഇത്തവണ പറയുമ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത്. ദുബായിൽ നമുക്കറിയുന്നതുപോലെ കഴിഞ്ഞ പെരുന്നാളിന്റെ പിറ്റേ ദിവസം മുതലാണ് നിയന്ത്രണങ്ങളിൽ വലിയ തോതിൽ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അധികൃതർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. ഏതാണ്ട് 70% നിയന്ത്രണങ്ങളിൽ ഇളവുകളാണ് ദുബായ് പ്രഖ്യാപിച്ചത്. ഈ ദുബായിയുടെ നിയന്ത്രണത്തോടൊപ്പം തന്നെ ദേശീയ അണുനശീകരണ യജ്ഞത്തിന്റെ സമയക്രമത്തിൽ വരുത്തിയ ഒരു മാറ്റത്തെക്കുറിച്ച് കൂടി കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. രാത്രി 11 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ദുബായ് എമിറേറ്റിൽ ഇത്തരത്തിൽ അണുനശീകരണ യജ്ഞത്തിന്, ദേശീയ അണുനശീകരണ യജ്ഞത്തിനുള്ള സമയക്രമം ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത്. രാത്രി 11 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയം. എന്നാൽ മറ്റ് എമിറേറ്റുകളിൽ ഇത് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ എന്ന രീതിയിൽ തുടരുകയാണ്. ഇക്കാര്യത്തിൽ ശ്രദ്ധ വരുത്തുക. മറ്റ് എല്ലാ എമിറേറ്റുകളിലും, ദുബായ് ഒഴികെയുള്ള മുഴുവൻ എമിറേറ്റുകളിലും രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് അണുനശീകരണ യജ്ഞം ഇപ്പോൾ നടക്കുന്നത്. ദുബായിൽ മാത്രം ഇത് രാത്രി 11 മണി മുതൽ രാവിലെ 6 മണി വരെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന വിവരം. ഈ സമയത്ത്, നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ആരെങ്കിലും പുറത്തിറങ്ങാൻ ശ്രമിച്ചാൽ 3000 ദിർഹം പിഴയാണ് നൽകേണ്ടി വരിക എന്നൊരു മുന്നറിയിപ്പ് കൂടി ദുബായ് അധികൃതർ നൽകുന്നുണ്ട്. ഇക്കാര്യവും മനസ്സിൽ ഓർക്കണമെന്ന് അറിയിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിൽ പോലും നമ്മൾ കൃത്യമായി ജാഗ്രത പാലിച്ചുകൊണ്ട് മാത്രം പൊതുയിടങ്ങളിൽ ഇടപെടണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.
മറ്റൊന്ന് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയേണ്ടത് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ദുബായിൽ നിന്ന് ഇന്ത്യൻ പ്രവാസികളുടെ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി, അവരുടെ മടക്കയാത്രയുടെ ഭാഗമായി 3ാം ഘട്ടത്തിൽ 9 വിമാനങ്ങളാണ് ഇന്ന് രാജ്യത്തെത്തുന്നതെങ്കിൽ UAE നിന്ന് മാത്രം 5 വിമാനങ്ങൾ രാജ്യത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് വിമാനങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോഴും വളരെ അത്യാവശ്യമായി നാട്ടിലേക്ക് പോകേണ്ട ഗർഭിണികളടക്കമുള്ള രോഗപശ്ചാത്തലങ്ങളടക്കമുള്ള ഒരുപാട് ആളുകൾക്ക് അവസരം കിട്ടാതെ ഇപ്പോഴും തുടരുന്നു എന്ന സത്യം നമ്മൾ മറക്കരുത്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഊഴം കാത്ത് ഇരിക്കുകയാണ്. പലപ്പോഴും ഇത്രയും 1, 2, 3 ഘട്ടമായി ആളുകൾ നാട്ടിലേക്ക് മടങ്ങിയപ്പോഴും ഒരുപാട് അനർഹരായ ആളുകൾ ഈ കൂട്ടത്തിൽ കടന്നുകൂടുകയും അർഹരായ ഒരുപാട് ആളുകൾ ഇപ്പോഴും അവസരത്തിനു വേണ്ടി കാത്ത് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം അഭിമുഖീകരിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിവിധ സംഘടനകളുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് എപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇന്ത്യൻ കോൺസുലേറ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്താനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നുവെന്നാണ് ഇന്ത്യൻ എംബസി, ഇന്ത്യൻ കോൺസുലേറ്റ് ഒക്കെ നമ്മെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ, ആശയക്കുഴപ്പങ്ങൾക്ക് മേലെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ചില നിർദ്ദേശങ്ങൾ കൂടി ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് നമുക്ക് നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്: ഇന്ത്യൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ അറിയിപ്പ് ലഭിക്കാത്തിടത്തോളം ഒരു കാരണവശാലും ആരും ടിക്കറ്റുകൾ വാങ്ങാൻ ശ്രമിക്കരുത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നല്ലാതെ ഏതെല്ലാം സംഘടനകൾക്കാണ് അനുമതിയുള്ളത് എന്നോ ഏതെല്ലാം നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അനുമതി കൃത്യമായ സർക്കുലർ നൽകിയതിനു ശേഷം ഇക്കാര്യങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതിനുശേഷം മാത്രമായിരിക്കണം യാത്രക്കാർ ഇത്തരം സംഘടനകളുടെ ഭാഗമായ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് വേണ്ടി ടിക്കറ്റുകൾ എടുക്കേണ്ടത് എന്നാണ് കൃത്യമായി ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കോൺസുലേറ്റും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സംഘടനയുടെ പേര് ഇന്ത്യൻ കോൺസുലേറ്റിന്റെയോ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ വന്നാൽ മാത്രം നിങ്ങൾ ആ സംഘടനയുടെ കീഴിൽ ഉള്ള ചാർട്ടേഡ് വിമാനത്തിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായ നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ കോൺസുലേറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. ഇന്ത്യൻ എംബസിയുടെ ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള, അതായത് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റ് വഴി ഇന്ത്യൻ എംബസിയുടെ ലിസ്റ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ചാർട്ടേഡ് വിമാനങ്ങൾ വഴിയും നാട്ടിലേക്ക് പോകാൻ കഴിയുക എന്നാണ് കൃത്യമായി ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയുന്നത് പോലെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെട്ടും രോഗ പശ്ചാത്തലമുള്ളവരായതുകൊണ്ടും ഗർഭിണികളായതുകൊണ്ടുമൊക്കെ നാട്ടിൽ പോകാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, ആളുകളുടെ ബാഹുല്യം കൊണ്ടും ഒക്കെ പോകാൻ കഴിയാതെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ആളുകൾക്ക് പോകാനുള്ള അവസരം എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ ഈ ചാർട്ടേഡ് വിമാനങ്ങളെ കൂടി കാണേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് ഇന്ത്യൻ കോൺസുലേറ്റും ഇന്ത്യൻ എംബസിയും പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസിയുടെ ഈ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. അതായത് ഇന്ത്യൻ എംബസിയുടെ ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഇന്ത്യൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റ് വഴി ഇന്ത്യൻ എംബസിയുടെ ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യാത്രക്കാർക്ക് മാത്രമേ ചാർട്ടേഡ് വിമാനങ്ങളുടെ സൗകര്യം ഉപയോഗിച്ചും നാട്ടിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ സംഘടനകൾക്ക് എങ്ങനെയാണ് അനുമതി ലഭിക്കുക എന്നുകൂടി കൃത്യമായി കോൺസുലേറ്റ് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതിങ്ങനെയാണ്: അപേക്ഷ 7 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അപേക്ഷ നൽകിയിരിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ഈ അപേക്ഷയോടൊപ്പം ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ സിവിൽ വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ അനുമതിയും ഉണ്ടായിരിക്കണം. ഇത്രയും 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ 4ാമതായി ഈ സംഘടനയുടെ കീഴിൽ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാരുടെ ലിസ്റ്റും കോൺസുലേറ്റിന് സംഘടന കൈമാറിയിരിക്കണം. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സംഘടനയ്ക്ക് അനുമതി ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ടത്. ഒന്നാമത്, അപേക്ഷ 7 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നൽകിയിരിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയും അപേക്ഷയ്ക്കൊപ്പം ഉണ്ടായിരിക്കണം.
സിവിൽ വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ അനുമതിയും ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വിമാനത്തിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കോൺസുലേറ്റിന് കൈമാറിയിരിക്കണം. ഈ 4 നിബന്ധനകൾ പാലിച്ചതിന് ശേഷം ഇത് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമാണെന്ന് തോന്നുന്ന പക്ഷം അനുമതി ലഭിക്കും. ഈ അനുമതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും ഇന്ത്യൻ എംബസിയുടെയും വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രസിദ്ധീകരിക്കും. ഇതിനുശേഷം മാത്രമായിരിക്കണം അതാത് സംഘടനകളിൽ നിന്ന് ടിക്കറ്റുകൾ വാങ്ങാൻ യാത്രക്കാർ ശ്രമിക്കാവൂ എന്നുകൂടിയാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നതുപോലെ ദയവായി അത്യാവശ്യം ഇല്ലാത്ത ആളുകൾ ടിക്കറ്റ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ പോകാൻ ശ്രമിക്കാതിരിക്കുക. ഒരുപാട് അർഹരായ ആളുകൾ ഇപ്പോഴും പോകാൻ കഴിയാതെ വല്ലാതെ വിഷമിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന അവസ്ഥയുണ്ട്. നമുക്കറിയുന്നതുപോലെ പല ആളുകൾക്കും എംബസിയിൽ നിന്ന് വിളി വന്ന ആളുകൾക്ക് പോലും പണമില്ലാത്തതിന്റെ പേരിൽ, ടിക്കറ്റ് എടുക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഇപ്പോഴും നാട്ടിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രവാസികൾ യാത്രയ്ക്കായി ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ടിക്കറ്റിന്റെ നിരക്ക് കേന്ദ്ര ഗവൺമെന്റ് വഹിക്കണമെന്നൊരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് പ്രാബല്യത്തിൽ വരുവാനുള്ള നടപടിക്രമങ്ങൾ എത്രത്തോളം ആയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരുപാട് ആളുകൾ മറ്റുള്ള പലരുടെയും സഹായത്തിന്റെ പുറത്തു മാത്രം നാട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത ആളുകൾ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാനുള്ള ശ്രമം നടത്തരുത്. ദയവായി ഒരുപാട് അർഹരായ ആളുകൾക്ക് നാട്ടിൽ പോകാനുള്ള അവസരം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുതെന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അപേക്ഷിക്കാനുള്ളത്. മാത്രമല്ല, നമ്മൾ അത്യാവശ്യപ്പെട്ട് നാട്ടിൽ പോയാലും ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയൂ. അതുകൊണ്ട് ഗവൺമെന്റിന് കൂടി നമ്മളൊരു അധിക ബാധ്യത അനാവശ്യമായി നാട്ടിലേക്ക് പോകുന്നവർ ചെയ്യുകയാണ്. കൃത്യമായി അർഹരായ ആളുകൾക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങളാണ് നമ്മൾ ഇതുമൂലം നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കുക. അതുകൊണ്ട് ഏറ്റവും അർഹരായ ആളുകൾ ഏറ്റവും ആദ്യം നാട്ടിലേക്ക് എത്തട്ടെ എന്ന് തന്നെയായിരിക്കണം നമ്മൾ പ്രവാസികൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ട വാർത്തകളാണ്. ഒരുപാട് യാത്രക്കാർ അവരുടെ അത്രയ്ക്കൊന്നും അത്യാവശ്യമല്ലാത്ത ആവശ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വളരെ അത്യാവശ്യമുള്ള പലർക്കും അവസരം നൽകിയ വാർത്തകൾ. അത്തരത്തിൽ നല്ല മനസ്സുള്ള ആളുകളായി മാറാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. കൊറോണ കാലമാണ്, രോഗവ്യാപനത്തിന്റെ കാലമാണ്. നമുക്ക് പരസ്പരം സഹായത്തിനും സഹാനുഭൂതിയും കാണിക്കാനുള്ള അവസരം ഇതാണ്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളവർക്ക് നമ്മുടെ സുമനസ്സുകളെ പ്രദർശിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഏറ്റവും ജാഗ്രതയോടെ ഇക്കാര്യങ്ങളിൽ ഇടപെടാനുള്ള മനസ്സ് നമ്മൾ ഓരോരുത്തരും കാണിക്കേണ്ടതുണ്ടെന്നാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ന്യൂസ് ടുഡേയുമായി ബന്ധപ്പെട്ട് ഗൾഫ് വാർത്തയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവരും പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പൊതുയിടങ്ങളിൽ ജാഗ്രതയോടെ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം നമ്മെ അറിയിക്കണം. അതാത് ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൾഫ് മേഖലയെ പിടിച്ചുലയ്ക്കുന്ന വിവിധ വിഷയങ്ങളുമായിട്ട് നമ്മൾ ഇനി മുതൽ എല്ലാ ദിവസവും 9 മണിക്ക് ഗൾഫ് വാർത്തയുടെ ഈ പേജിലൂടെ പരസ്പരം സംസാരിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് ഗൾഫ് വാർത്തയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് വിഷയവും ഇതിന്റെ കമന്റ് ബോക്സിലും അതല്ലെങ്കിൽ പേജിന്റെ ഇൻബോക്സിലും ഒക്കെ ആയിട്ട് പങ്കുവയ്ക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് ഒരുമിച്ച് മാറ്റത്തിനായി പരിശ്രമിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.